ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ മ്യൂറൽ ആർട്ട് ക്ലാസ്സിൻ്റെ വീഡിയോയിൽ ഈ രണ്ട് ഡിസൈൻസ് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇതെന്ന് പറയുന്ന പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 2 ഈ വീഡിയോ മാത്രം കാണുന്നവർ ആദ്യം പാർട്ട് 1 കണ്ടിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ മഷിപ്പൂക്കളുടെ ഡിസൈൻസാണ് നമ്മൾ നോക്കിയത്. 2 മഷിപ്പൂക്കൾ നമ്മൾ വരച്ചു. ഇന്നത്തെ വീഡിയോയിൽ മൂന്നാമത്തെ മഷിപ്പൂവിൻ്റെ ഡിസൈൻ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. നേരത്തെ നമ്മൾ വരച്ച പോലെ തന്നെ 3 ലൈൻസ് ഇട്ട് മുകളിലും താഴെയായിട്ട് വരയ്ക്കുക. ഇനി ഇതിനെ സ്ക്വയർ ആക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് 4 ഡോട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഏകദേശം മിഡിൽ വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ. എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. പിന്നെ മധ്യഭാഗത്തായിട്ട് ഒരു സർക്കിൾ വരച്ചു കൊടുക്കാം. ഇടയ്ക്കുള്ള സ്പേസ് ഒന്ന് കറുപ്പിച്ചു കൊടുക്കാം. അടുത്ത മഷിപ്പൂക്കൾ നമുക്ക് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ടും ഇതുപോലെ തന്നെ 3 ലൈൻസ് മുകളിലും താഴെയായിട്ട് വരയ്ക്കുക. ഈ ലൈൻസ് ഇത് തന്നെ ഈ ഡിസൈൻ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് മഷിപ്പൂവ് തന്നെ പ്ലെയിൻ ആയിട്ടും ചെയ്യാം. അല്ലാതെ വേറൊരു ഡിസൈൻ്റെ കോമ്പിനേഷൻ, അതായത് മണിമാല അതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വരയ്ക്കുന്ന ആളിൻ്റെ ഇഷ്ടം അനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഇതുപോലെ ഒരു സ്ക്വയർ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ അതിനെ 4 സ്ക്വയർ ബോക്സസ് ആക്കി മാറ്റുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു സ്ക്വയർ വരയ്ക്കുക. നമ്മൾ രണ്ടാമത്തെ ഡിസൈൻ ചെയ്ത പോലെ തന്നെ ഒരു സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മധ്യ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് 4 വര വരയ്ക്കുക. നേരത്തെ മൂന്നാമത്തെ ഡിസൈനിൽ ചെയ്ത പോലത്തെ പൂവാണ് ഇവിടെ വരയ്ക്കുന്നത്. നേരത്തെ നേരെ വരച്ച പൂവാണ്, ഇതൊന്ന് ചരിച്ച് വരയ്ക്കുന്നു. അത്ര മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ. ബാക്കി വരയ്ക്കുന്നതൊക്കെ ഒരുപോലെ തന്നെയാണ്. ഞാൻ ഇത് തന്നെ ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ ചെയ്ത് കാണിക്കാം. അപ്പം മായ്ക്കേണ്ട എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ റിമൂവ് ചെയ്ത് കളയുക. ആദ്യത്തുള്ള പോർഷൻ വരച്ചു കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കി കൊടുക്കാം. മിഡിലായിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുക. നാലാമത്തെ ഡിസൈനും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസൈൻസുകളാണ് സാധാരണയായിട്ട് മഷിപ്പൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇതിൽ ആദ്യത്തെ 2 ഡിസൈൻസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പുതിയൊരു സബ്ജക്റ്റുമായിട്ട് മ്യൂറൽ ആർട്ട് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന പിക്ചേഴ്സ് എനിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.